സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ചിന്നു പാപ്പു കഴിഞ്ഞയാഴ്ചയാണ് മരിച്ചത്. തൂങ്ങി മരണമായിരുന്നു. സംഭവത്തിൽ ഇപ്പോൾ ആൺ സുഹൃത്ത് മന്നിപ്പാടി സ്വദേശിയായ സന്ദേശിനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. പാപ്പുവിന്റെ മരണത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ആൺ സുഹൃത്തും മരിച്ചിരിക്കുന്നത്. ചിന്നുപാപ്പുവിന്റെ മരണത്തിൽ അന്വേഷണം നടന്നു വരികയായിരുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് സമഗ്രമായ അന്വേഷണം നടത്തിവന്നത്. എന്തായാലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിന്റെ മരണകാരണം കഴുത്തിൽ കുരുക്ക് മുറുക്കി ശ്വാസം മുട്ടിയതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത്. ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാടുകളില്ല. ആൺ സുഹൃത്തിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമില്ലെന്നും പോലീസ് അറിയിച്ചു. ചിന്നു പാപ്പുവിന്റെ മരണത്തെ തുടർന്ന് ആൺ സുഹൃത്തായ സന്ദേശിനെ ചോദ്യം ചെയ്തിരുന്നു. ഇവർ രണ്ടും ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. എന്തായാലും യുവതി ആത്മഹത്യ ചെയ്തു എന്ന നിഗമനത്തിലേക്കാണ് ഒടുവിൽ അന്വേഷണ സംഘം എത്തിച്ചേർന്നത്. അതേസമയം ചിന്നു പാപ്പു ജീവനൊടുക്കിയ മുറിയിൽ ഫോറൻസിക് പരിശോധനയും നടത്തി. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ആദൂർ സ്വദേശി ചിന്നു പാപ്പു എന്ന കെ രേഷ്മയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. 24 വയസ്സായിരുന്നു. വാടക ക്വാർട്ടേഴ്സിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. ആദൂർ സ്വദേശിയാണെങ്കിലും ഇവർ താമസിക്കുന്നത് കാസർഗോഡ് നഗരത്തോട് ചേർന്നുള്ള വാടക ക്വാർട്ടേഴ്സിലാണ്. മരണകാരണം ഇതുവരെ വ്യക്തമല്ല. 1 മാസം മുമ്പാണ് ചിന്നു പാപ്പു വിവാഹമോചിതയായത്. 4 വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാരണമാണോ ജീവനൊടുക്കിയതിന് പിന്നിലെന്നും പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. അതിന് പിന്നാലെയാണ് ആൺ സുഹൃത്തും മരിച്ചത്. എന്തായാലും അടുത്തിടെ പങ്കുവച്ച വീഡിയോകളിലെല്ലാം തന്നെ അതീവ സന്തോഷവതിയായി കാണപ്പെട്ടിരുന്ന ചിന്നുവിന്റെ മരണം നിരവധി ചോദ്യങ്ങളായിരുന്നു ഉയർത്തിയത്. സംശയ നിവാരണത്തിനായാണ് ഒപ്പം താമസിച്ചിരുന്ന ആൺ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തത്. കുരുക്കുണ്ടാക്കാൻ ഉപയോഗിച്ച തുണി കീറി താഴെ വീണിരുന്നു. മരണസമയത്തെ വെപ്രാളത്തിലാണ് കുരുക്ക് പൊട്ടിയതെന്നും തൊട്ടു പിന്നാലെ ചിന്നുവിന് ജീവൻ നഷ്ടമായിരിക്കാമെന്നും പോലീസ് പറഞ്ഞിരുന്നു. കാസർഗോഡ് ഭാഷയിലുള്ള പാചക യാത്രാ വീഡിയോകളിലൂടെയാണ് ചിന്നു പാപ്പു സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയത്. മഴവിൽ മനോരമയിലെ ഒരു ചിരി ചെറുചിരി ബമ്പർ ചിരി എന്ന പരിപാടിയിലൂടെയും ചിന്നു പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായിരുന്നു. അവസാനമായി പങ്കുവച്ച വീഡിയോകളിൽ ചിരിച്ചും കളിച്ചുമിരുന്ന ചിന്നു ഇങ്ങനെയൊരു കടും കൈ ചെയ്തത് എന്തിനാണെന്ന് വിശ്വസിക്കാനാവാതെ ദുഃഖം പങ്കുവച്ചിരുന്നു ആരാധകർ. അതേസമയം ആൺ സുഹൃത്തുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ചിന്നു കുടുംബത്തിന് മൊഴി നൽകിയിരുന്നു. ഇത് കുടുംബം പോലീസിനെ അറിയിച്ചതിനെ തുടർന്നായിരുന്നു ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്തത്. ആൺ സുഹൃത്ത് രാവിലെ ജോലിക്ക് പോയ ശേഷം ഉച്ചയോടെ തിരിച്ചെത്തിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ ചിന്നുവിനെ കണ്ടെത്തിയത്. രാവിലെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ വന്നതിനെ തുടർന്ന് ഉച്ചയോടെ വിളിച്ചപ്പോഴും പ്രതികരണമില്ലാതെ വന്നതോടെയാണ് സുഹൃത്തിനെയും കൂട്ടി ഇയാൾ റൂമിലെത്തിയത്. ഇൻസ്റ്റാഗ്രാമിൽ 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ചിന്നു പാപ്പുവിന്റെ അപ്രതീക്ഷിത വിയോഗം ആരാധകരെയും സഹപ്രവർത്തകരെയും ഞെട്ടിച്ചിരിക്കുകയായിരുന്നു. 1 മാസം മുൻപാണ് ചിന്നു താൻ ഭർത്താവുമായി വേർപിരിഞ്ഞ വിവരം വെളിപ്പെടുത്തിയത്. ഇവർക്ക് 4 വയസ്സുള്ള ഒരു മകനുണ്ട്. മകൻ ചിന്നുവിന്റെ പിതാവായ ആദൂർ അലന്തടുക്കയിലെ ഗംഗാധരനൊപ്പമാണ് താമസിച്ചു വരുന്നത്. ഭർത്താവുമായി ഏറെക്കാലമായി അകന്നു കഴിയുകയായിരുന്നു ചിന്നു. അതിന് പിന്നാലെയാണ് വിവാഹമോചന നടപടികൾ പൂർത്തിയായത്. എന്തായാലും ആൺ സുഹൃത്തിനൊപ്പം താമസിച്ചു വരവെയാണ് ഇത്തരത്തിൽ ജീവനൊടുക്കിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ആൺ സുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്.